ഉഹദ് നമ്മോട് പറഞ്ഞു തരുന്ന കഥയും നാം അതെന്തെന്നറിയോ? അത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുനീര് തോരാത്ത വധമാണ്. അല്ലാഹുവേ, വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയസ്വദിൽ മാരടാ ഫല്ലൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നു നാരടാ അംബർ ഷഫീഉല്ലാഹ് കാവല് വെച്ചുള്ള സംഭരമിൽ വന്ന് ചേരടാ ഖൈറുൽ ബറാം നബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയസ്വാദിൽ മാറടാ ഫല്ലൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നു നാരടാ വമ്പനുമാരുണ്ടെങ്കിൽ ഞാനൊന്നു കാണട്ടെ വന്ന് ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ തുമ്പിക്ക് മാമാങ്കം പൊട്ടിയുളമട്ടെ കൂറിയ വാക്കിന് കേട്ട് വിളിപെട്ട് സംസരിക സരിക പമകരി ശൃംഗാരി മകരിക തകും ദഗ ദിം 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 ഗണ ചൊങ്കുംകള അങ്കറുകളും താളം തരികിടാതിമികളും കൊണ്ടാനേ വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയസ്വാദിൽ മാറടാ വല്ലൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നു നാരടാ വിട്ട് വിളിയോ മാസുവതുമോളി വിട്ട് തരികിട ആരും നേ കണ്ടോ മഹാപീല താൻ കുടിക്കും ഞാൻ വീണ്ടും കുളത്തോടടുക്കും നേ കട്ടിയുള്ള പല വാക്കുകൾ പറഞ്ഞിട്ടധികം വിനയാകും നേ കണ്ടോ മഹാപീല താൻ കുടിക്കും ഞാൻ വീണ്ടും കുളത്തോടടുക്കും നേ എട്ട് സുബർഗത്തിൽ സന്തോഷം കൊള്ളുന്നേ എങ്കലസദുള്ളവാവിട്ട് തട്ടുന്നേ മട്ടം പല പല വിദ്യകൾ കാട്ടുന്നേ മാനിതരുമൊറ്റ വാളാലെ വെട്ടുന്നേ സംസരിക സരിക പമകരെ ശൃംഗാരിക മരിക തകും ദഗ ദിം 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 ഗണ ചൊങ്കും കുള അങ്കറുകളും താളം തരികിട ജനുതാതി ധിമികളും കൊണ്ടാനേ വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയസ്വാദിൽ മാറടാ ഫല്ലൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നു നാരടാ അംബർ ഷഫീഉല്ലാഹ് കാവല് വെച്ചുള്ള സംഭരമിൽ വന്ന് ചേരടാ ഖൈറുൽ ബറാം നബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ സംസരിക സരിക പമകരി ശൃംഗാരിക മരിക തകും ദഗ ദിം 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 ഗണ ചൊങ്കും കുള അങ്കറുകളും താളം തരികിട ജനുതാതി ധിമികളും കൊണ്ടാനേ അല്ലാഹുവേ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് ഇഷ്ടമുള്ള അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് അനുരാഗമുള്ള മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയാണ്. അബൂജഹൽ മുത്തുബത്തുമല്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഉപദ്രവിച്ചപ്പോ ആരുണ്ടടാ എന്റെ കുട്ടിയെ ഉപദ്രവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ രജതപാതയിലേക്ക് കടന്നു വന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴലായി കൂടെയുണ്ടായിരുന്ന അല്ലാഹുവിന്റെ സിംഹമെന്ന് ലോകം തലകുലയ്ക്ക് സമ്മതിച്ചു പോയ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ സുന്ദരമായ ചരിത്രം ഉഹദ് മല മദീന നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവേ, ഉഹദ് രണാകണം കൊടുമ്പിരി കൊള്ളുന്ന സന്ദർഭമാ. അല്ലാഹുവേ, വഹ്ശി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരടിമയെ അതാ ഹിന്ദെന്ന് പറയുന്ന പെണ്ണതാ വിലക്കെടുക്കുകയാ, ചാട്ടുളി കൊടുക്കുകയാ. ഹിന്ദെന്ന പെണ്ണ് പറയുന്നു, വഹ്ശിയെ, നീ എങ്ങാന ഹംസയെ വധിച്ചിട്ട്
വലിച്ചിട്ട് വന്നാൽ, നീ എങ്ങാനും ഹംസയെ കൊന്ന് കൊല വിളിച്ച് കടന്നു വന്നാൽ, ആ നിമിഷം മുതൽ നീ സ്വതന്ത്രനാണ്, നീ എന്റെ അടിമയല്ല. അടിമ ചങ്ങലയുടെ മായാ വലയങ്ങൾ ഞാൻ പൊട്ടിച്ചെറിയും ചെറുപ്പക്കാരാ എന്ന് വഹശിയോട് ഹിന്ദെന്ന പെണ്ണ് പറയുകയാ. സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞപ്പോ അവിടെ ഹംസയില്ല, അവിടെ ദീനില്ല, അവിടെ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. വഹശിയതാ തന്റെ ചാട്ടുളിയുമായി ഉഹദിന്റെ രണാഗണത്തിലേക്ക് കുതിക്കുകയാ, മിന്നൽ പിണർ പോലെ കുതിക്കുകയാ. അങ്ങനെ കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, ശത്രുക്കളുടെ തലകളതാ അന്തരീക്ഷത്തിൽ അമ്മാനമാടിക്കൊണ്ട് യുദ്ധരണാഗണയിൽ മിന്നൽ പിണർ പോലെ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുകയാ. ആ സമയത്തതാ പാത്തും പതുങ്ങിയിരുന്നുകൊണ്ട് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ചാട്ടുളി വലിച്ചെറിയുകയാ. അത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇടത്തെ നെഞ്ചിൽ വന്ന് തളയ്ക്കുകയാ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇടത്തെ നെഞ്ചിൽ തളച്ചു കയറുകയാ. സുബ്ഹാനല്ലാഹ്. ഉഹദ് മല പൊട്ടിക്കരഞ്ഞ സന്ദർഭമാ, മദീന വിറങ്ങലിച്ചു പോയ സന്ദർഭമാ. ഹംസ റളിയല്ലാഹു അൻഹുവില്ലേ, യുദ്ധരണാഗണത്തിലെ പടക്കുതിരയില്ലേ, ശത്രുക്കളുടെ പേട് സ്വപ്നമില്ലേ, അല്ലാഹുവിന്റെ സിംഹമില്ലേ, ചാട്ടുളി വന്ന കൊണ്ടതിന്റെ ആഘാതത്തില് അല്ലാഹുവേ മലർന്ന് വീഴുകയാ. മലർന്ന് വീണിട്ടോ ഹംസ റളിയല്ലാഹു അൻഹു പിന്നോട്ടില്ല, ധൈര്യസമേതം ആവേശത്തോടെ ആഗ്രഹത്തോടെ ചാടി എഴുന്നേൽക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ചാടി എഴുന്നേൽക്കുമ്പോ ഒരു മനുഷ്യനതാ ഒരു ശത്രുമഹാനെ വെട്ടാൻ വേണ്ടി കടന്നു വരികയാ. കടന്നു വരുമ്പോ ഹംസ റളിയല്ലാഹു അൻഹു വേദന സഹിക്കാൻ പറ്റണില്ല. ആ വേദന അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി മറക്കുകയാ. അല്ലാഹുവേ, എന്റെ പെങ്ങളെ, ബദറിൻ തീരമെന്ന ഈ ആത്മീയ മജ്‌ലിസിലിരുന്നു കൊണ്ട് കഥ പറയുന്ന മദീന എന്ന മനോഹരമായ വിഷയം നിങ്ങൾ കേൾക്കുമ്പോ, പുണ്യ മദീനത്ത് നിങ്ങൾ എത്തിയാൽ ഉഹദിന്റെ മുന്നിലേക്ക് നിങ്ങളൊന്ന് കടന്നു ചെല്ലണം. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മ നിങ്ങളുടെ ഇതുപോലെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. ഹംസ റളിയല്ലാഹു അൻഹു ശത്രുവിനെ വെട്ടാൻ വാളോങ്ങുകയാ. സുബ്ഹാനല്ലാഹ്. എവിടെ നിന്നോ ഓടിയെത്തിയ ശത്രുവതാ അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയാകുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വലതു കൈ വെട്ടിമാറ്റുന്നു. അല്ലാഹുവേ, ഇടത്തെ കൈ കൊണ്ടവനെ വെട്ടിമുറിക്കുകയാ. ഇടത്തെ കൈ കൊണ്ട് തന്റെ വലത് കൈ വെട്ടിമാറ്റിയവനെ വെട്ടുകയാ. അതാ മറ്റൊരുവൻ കടന്നു വരികയാ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇടത്തെ കൈയും വെട്ടിമാറ്റിയിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. വലതു കൈയില്ല, ഇടതു കൈയില്ല. ഹംസ റളിയല്ലാഹു അൻഹു അതാ വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ഹംസ റളിയല്ലാഹുവിന്റെ കൈ രണ്ടുമില്ല. ശത്രുക്കൾ ഓടി വരികയാ. എന്നിട്ട് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കാലുകളും വെട്ടിമാറ്റുകയാ. ദീനിനു വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത മഹാനാ. രണ്ട് കരങ്ങൾ വെട്ടിമാറ്റുകയാ, രണ്ട് കാലുകളും വെട്ടിമാറ്റുകയാ. എന്നിട്ട് വഹശി എന്ന കാട്ടാളനായ മനുഷ്യനില്ലേ, ഓടുകയാണ് ഹിന്ദിന്റെ അടുക്കലേക്ക്. എന്നിട്ട് പറയുന്നു, അയിന്റെ സ്വാതന്ത്ര്യം എവിടെ, എന്റെ സ്വാതന്ത്ര്യം എവിടെ, എന്റെ സ്വാതന്ത്ര്യം എവിടെ? അല്ലാഹുവേ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന് ജീവനുണ്ട് ചെറുപ്പക്കാരാ. രണ്ട് കൈകളില്ല, രണ്ട് കാലുകളില്ല. അങ്ങനെ ഒരു മാംസപിണ്ഡമായി ഉഹദിന്റെ രണാഗണത്തിൽ അല്ലാഹ് രക്തമൊലിച്ച് കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. അല്ലാഹുവേ, വഹശി എന്ന മനുഷ്യനതാ ഹിന്ദിന്റെ അടുക്കൽ ഓടുകയാണ്. ചോദിച്ചെന്റെ സ്വാതന്ത്ര്യം എവിടെ, സ്വാതന്ത്ര്യം എവിടെ? വഹശിയോട് ഹിന്ദു ചോദിച്ചു, ഹംസയമേ കൊന്നുകളഞ്ഞോ? പറഞ്ഞു, ഞാൻ വധിച്ചിട്ടുണ്ട്. എന്റെ ചാട്ടുളി ഇടത്തെ നെഞ്ചിലാണ് ചെന്ന് പതിച്ചത്. ഇനി രക്ഷപ്പെടുമെന്നുറപ്പില്ല എന്ന് പറയുകയാ. അതാ ചാട്ടുളി കൊണ്ട് പിളഞ്ഞു കിടക്കുന്ന, വീണ് കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് അല്ലാഹുവേ, ഹിന്ദെന്ന കാട്ടാളിയായ അല്ലാഹ് മനുഷ്യനെ പോലും തോൽപ്പിച്ചു കളയുന്ന, മൃഗത്തെ പോലും തോൽപ്പിച്ചു കളഞ്ഞ ആ പെണ്ണതാ ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. രണ്ട് കൈയില്ല, രണ്ട് കാലില്ല. പെണ്ണ് വീണു, ഹംസ റളിയല്ലാഹു അൻഹു വീണു എന്നറിഞ്ഞപ്പോ ഓടുകയാണ്.
എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? വേദന കൊണ്ട് പുളഞ്ഞു പിടഞ്ഞ വേദജ്ഞാനെ ആടി വേര് മുറിഞ്ഞൊരു വൃക്ഷം പോലെ മുറിഞ്ഞാനേ. എന്തപ്പോൾ ഒരു കത്തിയെടുത്ത് നെഞ്ചിൽ കേറി ഇരുന്ന് ഈറ്റപ്പുലിയുടെ കണ്ണും കരളും കുത്തിക്കീറി. കരളു പറിച്ച് കടിച്ച് ചവച്ച് തുപ്പിത്തള്ളി കൂടൽ മാലയെടുത്ത് കഴുത്തിലണിഞ്ഞ് നൃത്തം തുള്ളി. അക്കണി കണ്ടവരെല്ലാം പൊട്ടിക്കരഞ്ഞല്ലോ. കൽപ്പന ധിക്കരിച്ചാലുള്ളൊരു നഷ്ടം ലോകം കണ്ടറിഞ്ഞല്ലോ. വേദന കൊണ്ട് പുളഞ്ഞു പിടഞ്ഞ വേദജ്ഞാനെ ആടി വേര് മുറിഞ്ഞൊരു വൃക്ഷം പോലെ മറിഞ്ഞാനേ. അല്ലാഹുവേ, ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് ഓടുകയാ. അല്ലാഹുവേ, ഉഹദിന്റെ രണാഗണത്തിൽ കടന്നു ചെല്ലുകയാ. ഇതൊന്നും അറിയാതെ സ്വഹാബത്ത് യുദ്ധത്തിൽ ഏർപ്പെടുകയാ. വഹ്ശിയോട് ഹിന്ദെന്ന പെണ്ണ് പറഞ്ഞു, വഹ്ശി, നിനക്കൊരു ബാധ്യത കൂടിയുണ്ട് ചെറുപ്പക്കാരാ. ആ ഹംസ എന്ന് പറയുന്ന മനുഷ്യന്റെ നെഞ്ചിൽ തളച്ചിരിക്കുന്ന ആ കഠാരയില്ലേ, ആ ചാട്ടുളിയില്ലേ, അതൊന്ന് വലിച്ചൂരി തരുമോ? വഹ്ശി പറഞ്ഞു, പറ്റൂല പറ്റൂല പറ്റൂല. എന്നെ ഏൽപ്പിച്ചത് വധിച്ചു കളയാനാ, എന്നെ ഏൽപ്പിച്ചത് നശിപ്പിച്ചു കളയാനാ. ഞാനത് ചെയ്തിട്ടുണ്ട്. ഹംസക്ക് കരങ്ങളില്ല, ഹംസയ്ക്ക് കാലുകളില്ല, എന്നാലോ ഹംസാന്റെ ശരീരത്തിലെ ജീവനുണ്ട് പെണ്ണേ. അവന്റെ മുഖത്തു നോക്കാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഹ്ശി ഒഴിഞ്ഞു മാറുകയാ. പ്രിയമുള്ളവരെ, ഹിന്ദെന്ന പെണ്ണ് നടന്നു പോവുകയാ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? എന്താണ് സംഭവിച്ചതെന്നറിയോ? വേദന കൊണ്ട് പുളഞ്ഞു പിടഞ്ഞ വേദജ്ഞാനെ ആടി വേര് മുറിഞ്ഞൊരു വൃക്ഷം പോലെ മറിഞ്ഞാനേ. ഹിന്ദപ്പോൾ ഒരു കത്തിയെടുത്ത് നെഞ്ചിൽ കേറി ഇരുന്ന് ഈറ്റപ്പുലിയുടെ കണ്ണും കരളും കുത്തിക്കീറേ. അല്ലാഹുവേ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചും കൂടെ പിളരുകയാ. എന്ത് ചെയ്തെന്നറിയോ? ആ ഹിന്ദെന്ന പെണ്ണതാ ചാട്ടൊളി വലിച്ചൂരിയെടുക്കുകയാ. വാരിയെല്ലാം നെഞ്ചും കൂടെ തകരുകയാ. എന്നിട്ട് ആ ഹിന്ദിന്റെ മുഖത്തേക്ക് തന്നെ ഹംസ റളിയല്ലാഹു അൻഹു തറപ്പിച്ച് നോക്കുകയാ. ഇത് കണ്ട് പെണ്ണ് പറയുകയാ, പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഹിന്ദെന്ന പെണ്ണ് പറഞ്ഞു പോയി, ഞാൻ ആരും അറിയോ ഹംസ, ഞാൻ ആരും അറിയോ ഹംസ, കേവലം ഒരു പെണ്ണല്ലടാ, കേവലം ഒരു പെണ്ണല്ലടാ, വെറുതെ നിന്നെ കൊന്നുകളഞ്ഞതല്ലടാ. ഞാൻ തുഹൈമത്തിന്റെ മകളാ, ഞാൻ തുഹൈമത്തിന്റെ മകളാ. ആരാണ് തുഹൈമത്തെന്ന് നിനക്കറിയില്ല ഹംസ? ബദറിന്റെ രണാഗണത്തില് നീ എന്റെ വാപ്പാനെ കൊന്നവനാ, നീ എന്നെ വാപ്പാനെ നശിപ്പിച്ച് കളഞ്ഞവനാ, നീ എന്റെ വാപ്പാനെ തകർത്തവനാ. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, വേദന കൊണ്ട് പുളയുന്ന ഹംസ റളിയല്ലാഹു അൻഹു ഹിന്ദെന്ന പെണ്ണിന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്. അതിനാ ഉഹദ് മല ചരിത്രം സാക്ഷിയാ, ഉഹദ് മലയുടെ പർവ്വതങ്ങൾ സാക്ഷിയാ, ഉഹദ് മലയുടെ പാറകൾ സാക്ഷിയാ, ഉഹദ് മലയുടെ മർമരങ്ങൾ സാക്ഷിയാ, ഉഹദ് മലയുടെ മണൽത്തരികൾ സാക്ഷിയാ. ഹിന്ദിന്റെ മുഖത്ത് നോക്കി പറയുന്നു, പെണ്ണേ, അല്ലാഹുവേ, ഏതൊരു മനുഷ്യനാ പറയാൻ കഴിയുക? തുഹൈമ എന്റെ കൂട്ടുകാരനാ, തുഹൈമ എന്റെ കളിക്കൂട്ടുകാരനാ. പക്ഷേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ എതിരിൽ വന്നതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നുകളഞ്ഞത്. ഇനിയെങ്ങാനും ആ തുഹൈമ പുനർജീവിച്ചുകൊണ്ട് ഹംസാന്റെ മുന്നിലെ ദീനിനെ വെല്ലുവിളിക്കാൻ കടന്നു വന്നാൽ, ഈ ഹംസ ഏതൊരു പടച്ചവനെ തന്നെയാണോ വിശ്വസിക്കുന്നത്, ആ പടച്ചവനെ തന്നെയാണ് സത്യം. ഹിന്ദേ, നിന്റെ വാപ്പാനെ ഞാൻ ഇനിയും കൊന്നുകളയുമെന്ന് ദീനിന് വേണ്ടി ശബ്ദിച്ചു പോയ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അതാ പറയുമ്പോ പെണ്ണിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. തന്റെ കൈയതാ നെഞ്ചും കൂട്ടിലേക്ക് തിരികെ കയറ്റുകയാ. എന്നിട്ട് കരള് പറിച്ചെടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. എന്തോ ഒരു അക്രമമാണ് റബ്ബേ, എന്തോ ഒരു ത്യാഗമാണ് റബ്ബേ, എന്തോ ഒരു വേദനയാണ് റബ്ബേ, എന്തോ ഒരു സുരഭിലമായ നിമിഷമാണ് അല്ലാ. കരയാതെ കേൾക്കാൻ കഴിയൂല. മുത്തുനബിയുടെ താങ്ങായി നിന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൻ കൂട്ടിലേക്ക് തന്റെ കൈമുഷ്ടി അകത്തേക്ക് തിരികെ കയറ്റുകയാ. എന്നിട്ട് കരള് വലിച്ചെടുക്കുകയാ.
എന്നിട്ട് അണപ്പല്ല് കൊണ്ട് കടിക്കാൻ തുടങ്ങി, അണപ്പല്ല് കൊണ്ട് ചവയ്ക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, അല്ലാഹ് ചവച്ച് തിന്നാൻ തുടങ്ങുകയാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് അനുവാദം കൊടുത്തില്ല. അത് ചവച്ചരച്ച് തന്റെ തൊണ്ടക്കുഴിയിലെത്തിയപ്പോ അല്ലാഹു ഛർദിക്കാൻ കൽപ്പന കൊടുക്കുകയാ. അല്ലാഹുവേ ഛർദിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ മാലാഖ പറന്നിറങ്ങി ഹിന്ദെന്ന പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയോ ഒന്ന് സ്പർശിക്കുകയാ. പെണ്ണ കരള് തുപ്പാൻ തുടങ്ങി, അകത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, എന്നിട്ടും ദേഷ്യം തീരുന്നില്ലടാ. എന്റെ ബദറും തീരത്തിലെ പെങ്ങളെ, കഥ പറയുന്ന മദീനയിലൂടെ ഉഹദിന്റെ ചരിത്രമാണ് ഈ പറയുന്നത്. ഇനി എങ്ങാനും ഉഹദിന്റെ ചാരത്തൊന്ന് കടന്നു ചെന്നാൽ ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരക്കണേ. അല്ലാഹുവേ, എന്റെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ നികൃഷ്ടമാക്കിയത് ഈ സ്ഥലത്ത് വെച്ചാ അത് ദീനിന് വേണ്ടിയാ. മഹാന്റെ പൊരുത്തം കൊണ്ട് എനിക്ക് സ്വർഗം തരണേ അല്ലാ, ഈ മദീനത്ത് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ എന്ന് ദുആരക്കണം. എന്നിട്ട് ആ പെണ്ണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ജമൽ റുമാത്ത് എന്ന് പറയുന്ന ഉഹദിന്റെ തൊട്ടുചാരത്ത് ഇന്നും അവിടെ ഒരു മല കാണാം. ആ മലയിലേക്ക് കൊണ്ടുപോവുകയാ. എന്നിട്ട് അല്ലാഹുവേ, ഒരു വലിയ പാറക്കഷണം ഉരുട്ടിക്കൊണ്ടുവന്ന് മുത്തുനബിയുടെ എളാപ്പയാകുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് വലിച്ചു വെക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും അറിയാതെ മറ്റൊരു വശത്ത് യുദ്ധം നടക്കുകയാ. നബിക്ക് നേരെ അമ്പുകൾ കടന്നു വരികയാ. മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു തൊട്ട് മുന്നിലുണ്ട്. മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മുന്നിലുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേർക്ക് വരുന്ന അമ്പുകളെല്ലാം സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നിലത്ത് വീഴുകയാ. ഓടി വന്ന ലിയാർ തങ്ങൾ മറയായി നിൽക്കുകയാ. കുറച്ചു നേരം കഴിയുമ്പോ ഉഹദ് മലയുടെ രണാകണ ഭൂമിയിൽ ഒരു വാർത്ത പകരുന്നു. ഒരു വാർത്ത പടരുകയാ. മുത്ത് ഹബീബിനെ കാണാനില്ല, അല്ലാഹുവിന്റെ റസൂലിനെ കാണാനില്ല. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന ഉഹദ് മല നമ്മോടൊരു ചരിത്രം പറയുകയാ. മറ്റൊരു സംഭവം കൂടി നമ്മോട് പറയുകയാ. കുറച്ചു നേരം കഴിയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. ആളുകൾ അന്വേഷിക്കുന്ന ഹബീബ്, നമ്മുടെ നേതാവ് എവിടെ? ആ സമയത്ത് ശത്രുക്കൾ വിളിച്ചാരോ പറയുന്നു, ഇന്നീ ഖതൽതു മുഹമ്മദാ, ഇന്നീ ഖതൽതു മുഹമ്മദാ, ഞങ്ങൾ മുഹമ്മദിനെ കൊന്നുകളഞ്ഞടാ, നിങ്ങളുടെ നേതാവിനെ കൊന്നുകളഞ്ഞടാ, മുത്തുനബി വധിക്കപ്പെട്ടു എന്ന വാർത്ത പടരുകയാ. സ്വഹാബത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പെണ്ണോടി വരുന്നത്. അയിന ഹബീബ്, ഒരു പെണ്ണോടി വരികയാ. ഓടി വന്ന് ഓടി വരുമ്പോ സ്വഹാബത്ത് പറയുന്നു, പെണ്ണേ, നീ അങ്ങോട്ട് പോകേണ്ടതില്ല, നിന്റെ വാപ്പ മരണപ്പെട്ടു പെണ്ണേ. എന്നിട്ട് മുന്നോട്ടോടുകയാ. ഭർത്താവ് മരണപ്പെട്ട വാർത്ത കേട്ടിട്ടും ഓടുകയാ. മക്കള് മരണപ്പെട്ട വാർത്ത കേട്ടപ്പോഴും ഓടുകയാ. എന്നിട്ടും ഇതൊന്നും കേൾക്കാത്ത ബാബത്തിൽ ഓടിക്കൊണ്ട് ചോദിക്കുന്നത്, എന്റെ ഹബീബിന് എന്തെങ്കിലും പറ്റിയോ? എന്റെ ഭർത്താവ് പോണെങ്കിൽ പോട്ടെ, എന്റെ വാപ്പ പോണെങ്കിൽ പോട്ടെ, ഞാൻ നൊന്തു പ്രസവിച്ച മക്കള് പോകുന്നെങ്കിൽ പോകട്ടെ, എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന, എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന, എന്റെ ശ്വാസത്തിലും അനക്കത്തിലും അടക്കത്തിലും ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ ഹബീബ് എവിടെ? എന്റെ ഹബീബിന് എന്തെങ്കിലും പറ്റിയോ എന്നാണ് ചോദിക്കുന്നത്. അല്ലാഹ്, ഇതുപോലെ പ്രേമിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഇതുപോലെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അല്ലാഹുവേ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നീട് കാണുകയാ. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിൽ എന്തൊക്കെ ചരിത്രങ്ങളാ നമുക്ക് പറയാനുള്ളത്, വിശദീകരിക്കാൻ സമയമില്ല. ഏതോ ഒരു ശത്രു ഒരു കല്ലെടുത്തെറിയുകയാ. ഏതോ പടയങ്കയിൽ തട്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപല്ലിൽ വന്ന് തട്ടിയില്ലേ? അല്ലാഹുവേ, ഉഹദിന്റെ രണാങ്കണത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് പൊട്ടിയപ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, ചോര ഇങ്ങനെ വായിൽ നിന്ന് ഒലിക്കാൻ തുടങ്ങി. മുത്തുനബിയുടെ വായിൽ നിന്ന് ചോര ഒലിക്കാൻ തുടങ്ങി. ഉഹദിന്റെ ചരിത്രമാണ് പറയുന്നത്. കഥ പറയുന്ന മദീനയിലൂടെ ഉഹദിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് പൊട്ടിയിട്ട് ചോര വീണപ്പോ മഹാനായ സിനാൻ റളിയല്ലാഹു അൻഹു, മഹാനായ സിനാൻ
റളിയല്ലാഹു അൻഹു ഓടി വരികയാ. എന്നിട്ട് കയ്യിലേക്ക് ആ രക്തം ഏറ്റുവാങ്ങുകയാ. എന്നിട്ട് കൈക്കുമ്പിള് രക്തം വാങ്ങിയിട്ട് അള്ളാന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട രക്തമില്ലേ, അത് ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ച് സിനാൻ റളിയല്ലാഹു അൻഹു കുടിക്കുകയാ. അല്ലാ, ഇതിനെക്കാളൊരു സ്നേഹമുണ്ടോ? മുത്തുനബിയുടെ രക്തമതാ സിനാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവേ അത് കുടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ സിനാനില്ലേ, ഈ സിനാന്റെ ഉള്ളിൽ എന്റെ രക്തമുണ്ട്, അതുകൊണ്ട് ഈ മനുഷ്യനും നരകം ഹറാമാ, ഈ മനുഷ്യനും നരകം ഹറാമാ. എന്തോ ഒരു ചരിത്രമാണ്, എന്തോ ഒരു ചരിത്രമാ. അൽഹംദുലില്ലാഹ്, അല്ലാഹ് സിനാൻ റളിയല്ലാഹു അൻഹു ഈ മഹാന്റെ ചരിത്രം ഞാൻ പ്രഭാഷണത്തിൽ പറയുമ്പോഴാണ് അൽഹംദുലില്ലാഹ് കേരളത്തിന്റെ വേദികളില് ഉഹദ് രണാങ്കണം അല്ലാഹുവിന്റെ സിംഹം എന്ന മനോഹരമായ വിഷയം ഞാൻ പറയുമ്പോഴാ എന്റെ ഭാര്യ എന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ പേരാണ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് മുത്തുനബിയുടെ സ്വന്തം ശരീരത്തിൽ ഇറ്റ് വീണ സ്വന്തം രക്തം കുടിച്ചിറക്കിയ മഹാനായ സിനാൻ റളിയല്ലാഹു അൻഹു, അത്രമാത്രം മുത്തുനബിയെ സ്നേഹിച്ച സിനാൻ റളിയല്ലാഹു അൻഹു, ആ ഒരു പേരാണ് എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത്. എന്റെ പൊന്നുമോന് ഞാനിട്ട പേര് മുഹമ്മദ് സിനാൻ എന്നാണ്. അല്ലാഹ് സിനാൻ റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, മുത്തുനബി തങ്ങള് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞപ്പോ രാത്രി ഇരുട്ട് വീണപ്പോ പന്തം കത്തിച്ചുകൊണ്ട് രക്തസാക്ഷികളായ സ്വഹാബത്തിനെ തിരയുകയാ. മുത്തുനബി ചോദിച്ചു, ഐന ഹംസ, എന്റെ ഹംസ എവിടെ, എന്റെ ഹംസ എവിടെ, എന്റെ ഹംസ എവിടെ എന്ന് ചോദിക്കുമ്പോ ആളുകൾ പറയുന്നു, ഇവിടെയൊന്നുമില്ല നബിയേ, ഇവിടെയൊന്നുമില്ല നബിയേ. അൽഹംദുലില്ലാഹ്, ഒരല്പസമയം കഴിഞ്ഞപ്പോ സ്വഹാബി ഓടി വന്ന് വിളിച്ചു പറയുകയാ, ഇവിടെയുണ്ട് നബിയേ, ഇവിടെയുണ്ട് നബിയേ. ജബൽ റുമാത്ത് എന്ന പർവ്വതത്തിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നപ്പോ രണ്ട് കൈയില്ല, രണ്ട് കാലുകളില്ല, കരയാതെ പറയാൻ കഴിയില്ല, അല്ലാഹ് ഹൃദയം പൊട്ടാതെ കേൾക്കാൻ കഴിയില്ല. ഇതുപോലെയുള്ള നൂറുകണക്കാന ചരിത്രങ്ങളാണ് മദീനയ്ക്ക് പറയാനുള്ളത്. മുത്തുനബി സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ആ കല്ലൊന്ന് വലിച്ചു മാറ്റടോ, ആ കല്ലൊന്ന് വലിച്ചു മാറ്റടോ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നിന്ന് സ്വഹാബത്ത് പാറ വലിച്ച് നീക്കിയപ്പോ അല്ലാഹ് മുഖമതാ ചതഞ്ഞരഞ്ഞിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ രംഗം കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, സയ്യിദു ശുഹദാ യാ ഹംസ. ഹംസ റളിയല്ലാഹു അൻഹുവാണ് ഈ ലോകത്തിലെ ശുഹദാക്കളുടെ നേതാവ്. നാളെ പടച്ചവന്റെ പരലോകത്തിലെ ശുഹദാക്കളുടെ നേതാവാണ് ഈ കിടക്കുന്നത്. എന്നിട്ട് പറയുന്നു, എനിക്ക് കാണണ്ട, എന്റെ ഹംസാനെ ഞാൻ എടുക്കൂല, എന്റെ ഹംസാനെ ഞാൻ കബറടക്കൂല, എനിക്ക് കാണണ്ട സ്വഹാബ, എനിക്ക് കാണണ്ട സ്വഹാബ. സ്വഹാബത്ത് പൊട്ടിക്കരയുകയാ, മുത്തുനബി കരയുകയാ. ഉഹദിന്റെ പർവ്വതം മുത്തുനബിയുടെ കണ്ണുനീരേറ്റു വാങ്ങുകയാ. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, എങ്ങനെയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉപേക്ഷിക്കുക? അങ്ങ് ഏറ്റെടുക്കില്ലെങ്കിൽ, അങ്ങ് കാണില്ലെങ്കിൽ, അങ്ങ് കുളിപ്പിക്കില്ലെങ്കിൽ, അങ്ങ് ഈ മയ്യത്ത് പരിപാലനം ചെയ്യില്ലെങ്കിൽ, നബിയേ, ഈ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം പക്ഷികൾ കൊത്തിപ്പറിക്കൂലേ, ഇവിടെ കിടന്ന് ദുർഗന്ധം വഹിക്കൂലേ? അതുകൊണ്ട് സങ്കടം വേണ്ട നബിയേ, സ്വർഗത്തിൽ ഒരുമിച്ചുകൂടെ. സ്വഹാബത്ത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞു എന്നാണ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുക്കുകയാ. അല്ലാഹുവേ, ഉഹദിന്റെ മണ്ണിൽ തന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ മറമാടുകയാണ്. ഇന്നും നിങ്ങൾക്ക് പോയാൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അവിടെ കാണാം. അവിടെ ചെന്നുകൊണ്ടൊന്ന് പൊട്ടിക്കരയടാ പൊന്നുമോനെ, അവിടെ ചെന്ന് നിന്നുകൊണ്ടൊന്ന് പൊട്ടിക്കരയുവോ? അല്ലാഹ്, 1000 വട്ടമെങ്കിലും അവിടെ പോകാൻ ഭാഗ്യം തരണേ അല്ലാഹ്.
അല്ലാ. എത്രയോ വട്ടം അവിടെ പോയി പൊട്ടിക്കരഞ്ഞതാ. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി സർവ്വത് സമർപ്പിച്ചു പോയ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കിടക്കുന്ന മണ്ണാണ് ഉഹദ് നമ്മോട് കഥ പറഞ്ഞു തരുന്നത്. അല്ലാഹുവേ, ഉഹദിന്റെ പൊരുത്തം തരണേ അല്ലാ. ഉഹദ് മലയുടെ പൊരുത്തം തരണേ അല്ലാ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം തരണേ അല്ലാ. ഞങ്ങൾക്ക് അവിടെ പോകാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇന്നും ആ പരിശുദ്ധമായ ഉഹദ് മലയിൽ പോയാൽ, ഉഹദിന്റെ മണ്ണിൽ പോയാൽ, മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു മുത്തുനബി ഒരുപാട് പൊട്ടിക്കരഞ്ഞു പോയ, സ്വഹാബത്ത് ഒരുപാട് പൊട്ടിക്കരഞ്ഞു പോയ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഇന്നും നമുക്കവിടെ കാണാം. അല്ലാഹു നമുക്കവിടെ കാണാനും കേൾക്കാനൊക്കെ ഭാഗ്യം തരട്ടെ. ഇതുപോലെയുള്ള 100 കണക്കിന് ഹൃദയം പൊട്ടുന്ന ചരിത്രം നമുക്ക് പറയാനുണ്ട്. അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഇവിടെ കാണാനും കേൾക്കാനും ഒക്കെ അള്ളാഹു ഭാഗ്യം തരട്ടെ. മുത്തുനബിയെ സ്നേഹിച്ച മഹദികൾ, മുത്തുനബിയുടെ സ്വന്തം ശരീരത്തിൽ ഇറ്റുവീണ രക്തം കൈക്കുമ്പിൾ സ്വീകരിച്ച് കുടിച്ച സിനാൻ റളിയല്ലാഹുവിനെ പോലത്തെ മഹത്തുക്കളുടെ ചരിത്രത്തിന്റെ കഥ പറയുന്ന മണ്ണാണ് ഉഹദ്. അള്ളാഹു ഉഹദിൽ പോകാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ.